കസാക്കിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലവിൽ MBBS പഠനത്തിന് 24 സ്റ്റഡി അബ്രോഡ് സ്പോട്ട് അഡ്മിഷൻ സൗകര്യം ഒരുക്കുന്നു. സെപ്റ്റംബർ ഇൻടേക്കിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു. ജൂലൈ 29 ഹയാത്ത് റീജൻസി തിരുവനന്തപുരം, ജൂലൈ 31 റാഡിസൺ ബ്ലൂ എറണാകുളം, ഓഗസ്റ്റ് 2 ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട്. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9001900156 8000800120. എന്റെ പെങ്കൊച്ചിനെ വിളക്ക് കൊടുത്ത് സ്വീകരിച്ചോ തള്ള? ഇല്ലല്ലോ. ആ ഗതികേടുകാരിയുടെ കൂട്ടു വന്നതല്ലോ എന്റെ മോള്. ദേഹം നിറയെ പൊന്നും പുത്തൻ കാറുമായിട്ട് ചെന്ന് കയറിയവളാ. എന്തായാലും മാണിക്യമംഗലത്തെ സ്വത്ത് വയലോരം വീട്ടുകാരുണ്ണത്തില്ല, അത് ഉറപ്പാ. നമുക്ക് ഒറ്റ ഓട്ടത്തിന് പോയി പൊട്ടും വളയും മാലയും ഒക്കെ എടുത്തോണ്ട് വരാം. അമ്മയൊന്നും അറിയത്തില്ലേ? ഇല്ലെന്നേ. ചേർന്നിരിക്കും. അങ്ങനെ ഞാനിത് എടുക്കുമല്ലോ. അടങ്ങി നിൽക്കുക. കുട്ടിമണി, എടാ നിന്നോടാ മാറാൻ പറഞ്ഞത്. കുട്ടിമണി മോളെ, മോളെ. എടാ കൊച്ചിനെ നീ എന്ത് ചെയ്തടാ? ഞാനൊന്നും ചെയ്തില്ല. എനിക്ക് വളം മേടിച്ചു തരാമെന്ന് പറഞ്ഞോണ്ടാ ഞാൻ പോയേ. എടാ പെണ്ണിന്റെ കല്യാണം നടത്തണമെന്ന് ഉടൻ. പെണ്ണിനെ നോക്കാനും സംരക്ഷിക്കാനും കെൽപ്പുള്ള ആണൊരുത്തൻ വേണം. എങ്കിലേ അവളുടെ ഊര് തണ്ടൽ നിൽക്കൂ. അതിന് കുട്ടിമണി കെട്ടാൻ ആരെങ്കിലും വരണ്ടേ അപ്പച്ചി? അവളെ പോലെ തന്നെയുള്ള ഒരാളെ കൊണ്ട് അവളെ കെട്ടിക്കാൻ പറ്റുമോ? ആ അണ്ണാച്ചി തന്നെ അവളെ കെട്ടിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചെന്നല്ലേ നീ പറഞ്ഞത്? അവനെ പോലെ ഒരു കച്ചറയ്ക്ക് അവളെ കൊടുക്കാൻ പറ്റുമോ? അത് വേണോന്നല്ല പറഞ്ഞത്. പറ്റിയ ഒരുത്തരെ നീയൊക്കെ ചേർന്ന് കണ്ടുപിടിക്കടാ. നിങ്ങൾ രണ്ട് കെടാമുട്ടൻ ആങ്ങളമാരിങ്ങനെ നിൽക്കുകയല്ലേ? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? ഞാൻ ഏതാണ്ട് വലിയ തെറ്റാണോ പറഞ്ഞത്? അപ്പച്ചി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. അതൊരു ഡിസിഷൻ ആണെന്നാ എനിക്ക് തോന്നുന്നത്. വേണ്ടേ അമ്മ, അവൾക്കും ഒരു ജീവിതം. ഓരോ വർഷം കഴിയും തോറും പ്രായം കൂടി വരുമല്ലേ. ഒരു കൂട്ട് വന്നാ ചിലപ്പോ കുട്ടിമണിയുടെ സ്വഭാവത്തിനും ജീവിതത്തിനും ഒക്കെ കുറെ കൂടി സീരിയസ്നെസ് വരും. അത്തരം സംഭവങ്ങളുണ്ട്. നാളെ ആരുമില്ലാത്തൊരവസ്ഥ നമ്മുടെ കുട്ടിമണിക്ക് ഉണ്ടാവരുത്. ആ ശാരദേ, നീ ഇങ്ങനെ മോളെ താങ്ങി താങ്ങി നിന്നിട്ട് ഒരു കാര്യവും ഇല്ല. എടുക്കേണ്ട തീരുമാനങ്ങൾ അതാത് സമയത്ത് തന്നെ എടുക്കണം. അല്ലെങ്കിലേ ബുദ്ധിയില്ലാത്തവൾ നാളെ തന്തയില്ലാത്ത കൊച്ചിനെയും കൊണ്ട് നിൽക്കുന്നത് നീ കാണേണ്ടി വരും. പെണ്ണിനെ കെട്ടിച്ചു വിടണം, വിട്ടേ പറ്റൂ. ബാലേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പറഞ്ഞോ. അപ്പച്ചമ്മ പറഞ്ഞ കാര്യം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. കുട്ടിമണിയുടെ കല്യാണോ? അതെ, കുട്ടിമണിയുടെ കല്യാണം നടത്തണം ബാലേട്ടാ. അത് ശരിയാവോ? എന്താ ശരിയാവാതിരിക്കാൻ? ആദ്യം രവിയായിട്ട് നീ സംശയം ഒന്ന് മാറ്റി. കല്യാണം കഴിഞ്ഞാൽ 3 മണിയുടെ സ്വഭാവത്തിന് ഭയങ്കര മാറ്റം ഉണ്ടാവും. എന്നാലും അവളുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ അതത്ര എളുപ്പമാണോ? മതി, അവൾക്കും പറ്റുന്നൊരു ചെറുക്കനെ കിട്ടണ്ടേ? കിട്ടുകയല്ല, കണ്ടെത്തണം. അതിനല്ലേ നമ്മള്. അതെങ്ങനെയാ മതി? രവിയേട്ടൻ അതൊന്നും ഓർത്ത് തലപുണ്ടാക്കണ്ട. അതൊക്കെ ഞാൻ ഏറ്റു. 3 മണിയെ നമുക്ക് പിടിച്ച് കെട്ടിക്കാന്നേ. നടക്കോ? ഇനി നടന്നാ തന്നെ വേറൊരു വീട്ടിൽ പോയി അവള് നിൽക്കൂ. അതാ നാത്തൂനെ എന്റെ ഏറ്റവും വലിയ പേടി. എന്ത്? അല്ല, കുട്ടിമണി നമ്മുടെ കൺവട്ടത്തൊന്നും മാറാത്ത കൊച്ചല്ലേ? എന്ന് വെച്ച് എത്ര കാലം നീ ഇതിനെ നിന്റെ സാരിത്തുമ്പേ കെട്ടിയിട്ടുണ്ട് നടക്കും? ഇന്നലെ അച്യുതം പോയി, നാളെ ഞാൻ പോവും, മറ്റന്നാ നീയും. ഈ പെണ്ണ് ആയുഷ്കാലം മുഴുവനും ഏട്ടന്മാർക്ക് ശല്യമായിട്ട് നിൽക്കാൻ പറ്റുമോ? ഇന്നലത്തെ പോലെ ഇനിയും സംഭവിക്കത്തില്ല എന്ന് ആര് കണ്ടു? ഏതെങ്കിലും ഒരുത്തൻ പൊട്ട് തരാൻ ചാന്ത് തരാന്ന് പറഞ്ഞ് വിളിച്ച പെണ്ണെളി കയറി അവന്റെ കൂടെ പോവും. കാലം കെട്ട കാലവാ, അറിയാലോ. എന്താ നിനക്ക് പൊള്ളിയോ? സത്യമല്ലോടി ഞാൻ പറഞ്ഞത്? വേറെ വീട്ടിൽ ചെന്ന് നിൽക്കുമ്പോഴത്തെ സങ്കടമൊക്കെ 10 ദിവസം കൊണ്ട് തീർന്നോളും. അതും പറഞ്ഞ് പെണ്ണിന് ആയുഷ്കാലം ഇവിടെ നിർത്താൻ പറ്റത്തില്ല. അവക്കൊരുടയവൻ ഉണ്ടായേ പറ്റൂ.
അല്ല നാത്തൂനെ, ആ? കുട്ടിമണിയെ കെട്ടിക്കണം, കല്യാണം നടത്തണമെന്നൊക്കെ പറയാൻ നമുക്ക് എളുപ്പമാ. പക്ഷേങ്കി നല്ലൊരു പയ്യനെ കിട്ടണ്ടേ? ആ അതും ഒരിടങ്ങേറാ. ചോദിക്കുന്നവന് പിടിച്ച് കൊടുക്കാൻ പറ്റുമോ? അവളുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ ഓ നാത്തൂനെ? പിന്നെ അവളുടെ ഇഷ്ടം ഏറ്റെടുക്കാൻ ഒരുത്തം വന്നാ പിടിച്ചങ്ങോട്ട് കൊടുക്കണം. അല്ല പിന്നെ എന്നാലും കുട്ടിമണിയെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ വേണം, അല്ലെങ്കിൽ പിന്നീട് അത് പ്രശ്നമാകും. എന്താ സീതിച്ചി ഒരു ടെൻഷൻ? അല്ല, കുട്ടിമണിക്ക് എങ്ങനെ ഒരു ചെക്കനെ കണ്ടുപിടിക്കുമെന്ന് ഞങ്ങള് ഓ അതാണോ? ആ ടെൻഷനൊക്കെ എനിക്ക് വിട്ടേക്ക്, ഞാൻ ഏറ്റു. മോളെങ്ങനെ? എന്റെ അമ്മേ, ഇന്നത്തെ കാലത്ത് അതിനാണോ വഴിയില്ലാത്ത? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ടെത്തിക്കോളാം കുട്ടിമണിക്ക് നല്ലൊരു ചെക്കനെ. ആ അത്രേ ഉള്ളു. ലോകം കാണാത്ത നമുക്കാ ഇതൊക്കെ വലിയ കാര്യങ്ങള്. ലോക വിവരമുള്ളവർക്ക് ഇതൊക്കെ ചുമ്മാ ഷൂ എന്ന് പറയുന്നത് പോലെ. എന്നതാ ഒരു ചർച്ച? അയ്യോ ഒന്നേ ഉള്ളായിരുന്നോടാ ബാല. ആ ഒരെണ്ണത്തെ കയറെ ചുറ്റി പശു വാഴയോടെ മറിച്ചിട്ടേക്കുന്നു. മഞ്ഞച്ചു വന്ന 2-3 അണ്ണാനും തിന്നു. ഞങ്ങളിവിടെ കുട്ടിമണിയുടെ കല്യാണക്കാര്യം പറയുമായിരുന്നു അല്ലേട്ടാ. ചെക്കനെ ഞാൻ കണ്ടുപിടിച്ചോളാം. കുട്ടിമണിയുടെ പടമൊക്കെ വെച്ച് FB-ൽ ഒരു പോസ്റ്റ് ഇട്ട് നോക്കാം. പോസ്റ്റിലോ? എന്റെ അപ്പച്ചിയമ്മേ ഫേസ്ബുക്ക്. ആ എന്ത് ബുക്കാണോ ആവോ? നിങ്ങള് കുട്ടിയൊക്കെ അല്ലേ അറിയോ? കെട്ടിച്ചു വിടാൻ തന്നെ തീരുമാനിച്ചോമേ? എനിക്കറിയില്ല ബാല. എന്തോന്ന് ഇത്ര അറിയാൻ? കെട്ടിച്ച് വിട്ടേ പറ്റൂ. കുട്ടിമണി എന്റെയോ ഞാനേ മൈലാഞ്ചി അരയ്ക്കുവാ. വലിയ കിട്ടാരാട്ടോ. കൊള്ളാലോ ഇത്. ഇലഞ്ഞിക്കലെ വീടിന്റെ വേലിക്കല് മുഴുക്കനെ മൈലാഞ്ചിയാ. ഇലഞ്ഞിക്കൽ അമ്മയ്ക്കും എന്നെ വലിയ ഇഷ്ടം. ഒത്തിരി ഒത്തിരി മൈലാഞ്ചി തരും. ഞാനതേ സോനൂനും മോനൂനും ഒക്കെ കൊടുക്കും. വലിയച്ചി, കുട്ടിമണിയുടെ ഒരു രഹസ്യം പറയട്ടെ? രഹസ്യോ? ആ രഹസ്യമല്ല, ഒരു വിശേഷം. എന്നാ വിശേഷാ? അതേ, കുട്ടിമണിയെ ഞങ്ങൾ പിടിച്ച് കെട്ടിക്കാൻ പോവാ. ആ എന്നെ കെട്ടിയിട്ടാ ഞാൻ കടിക്കുവേ. കെട്ടിയിടാൻ പോകുന്നതല്ല, കെട്ടിക്കാൻ എന്ന് വെച്ചാ കല്യാണം കഴിപ്പിക്കാൻ പോവാന്ന്. അതെ. സത്യമായിട്ടും നേരായിട്ടും ആണോ? ആ സത്യമായിട്ടും നേരായിട്ടും സത്യം. അപ്പഴേ പുത്തനുഴുപ്പും പായസം തരുവോ? തരും. അല്ല ആരെയാ ഞാൻ കല്യാണം കെട്ടാൻ പോണേ? അമ്പടി കള്ളി കുട്ടിമണി. ഒരു നല്ല സുന്ദര ചെക്കനെ ഞങ്ങൾ എല്ലാരും കൂടി കണ്ടുപിടിക്കും. എന്താ പോരെ? മതി 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 മതി. പക്ഷേങ്കിലേ സുന്ദരനായിരിക്കണേ. സമ്മതിച്ചേ, ഒരു രാജകുമാരനെ തന്നെ കണ്ടുപിടിച്ചു തരാം. അപ്പോ സ്വർണ്ണ തൊപ്പി കുതിര വണ്ടിയുണ്ട്. അമ്മ ഞാനേ കല്യാണം കെട്ടിന്നൊരു അമ്മയോട് പറഞ്ഞിട്ട് വരാവേ. അമ്മേ എനിക്ക് എന്നെ കല്യാണം കെട്ടിക്കാൻ പേടിച്ചു പോയല്ലോ. മനുഷ്യനെ കൊല്ലാനായിട്ട് കിടക്കുകയാണല്ലോ പെണ്ണ്. എന്തോന്നാ ഇത്ര കിണ്ണാണം? വല്യച്ഛനോട് പറയുവാ എന്നെ കെട്ടിക്കാൻ പോവാന്ന്. ആണമ്മേ? ആ അതെ, അല്ലാതെ അടയ്ക്കാ കുരിയലി പോലെ നിന്നെ ഇങ്ങനെ നിർത്തിയാ മതിയാ? വല്യച്ഛ പറഞ്ഞല്ലോ രാജകുമാരനെ വരുന്നെന്ന്. സ്വർണ്ണ തൊപ്പി കുതിര വണ്ടിയൊക്കെ ഉണ്ടെന്ന്. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും? മതി ഉണ്ടാവാതെ പിന്നെ. കൈയെടുത്തേ, അങ്ങോട്ട് മാറി നിക്ക്. ഒട്ടിയൊട്ടി നിൽക്കാതെ നമ്മുടെ റൂമല്ല. ഓ, നമ്മുടെ റൂമിൽ ഏതാണ്ട് കുന്തം നടക്കുന്നു. രവി ഏട്ടാ. ഇല്ലേ, ഞാനൊന്നും പറയുന്നില്ലേ. ആ എനിക്കൊരാളെ കാണാനുണ്ട്. എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി നടത്തുന്ന ഒരു രാജേഷ് ഉണ്ട്. അവരുടെ നെക്സ്റ്റ് ഇയർ അഡ്മിന്റെ ഒരു സ്ട്രാറ്റജി മീറ്റിംഗ് ഉണ്ട്. വാ. രവിയേട്ടൻ പൊക്കോ. വാ മതി. എന്റെ ഷർട്ടൊക്കെ എടുത്തതാ. പിന്നെ നേരത്തെ ഇവിടെ ഷർട്ടൊക്കെ എടുത്തു തരാൻ വേറെ ഭാര്യ ഉണ്ടായിരുന്നില്ലേ? ചെറുക്കന്റെ ഒരു കൊഞ്ചല്. കാണാൻ ആളുണ്ടെങ്കിൽ പിന്നെ കൊഞ്ചുന്നതിനെന്താ? ഒന്ന് പോയേ. നടക്ക്, നടന്നേ നടന്നേ, വേഗാവട്ടെ.
വരച്ചാലോ? രവിയേട്ടാ, എന്റെ ടാബ് കണ്ടായിരുന്നോ? ഞാൻ നീ ഒരുമിച്ചല്ലേ പോയത്? നീ അതെവിടെ വെച്ചു? ഞാനതിവിടെ വെച്ചിട്ടല്ലേ മുറി വന്നത്. പിന്നെ അതെവിടെ പോയി? എന്നതാടാ രവി? മതിയുടെ ടാബ് കണ്ടില്ല. എന്നതാ? ഈ മൊബൈൽ ഫോണിനേക്കാൾ വലിപ്പമുള്ളൊരു സംഭവം മതിയുടെ കയ്യിലിരിക്കുന്നത് അപ്പച്ചമ്മ കണ്ടിട്ടില്ലായിരുന്നോ? ഓ, കുഞ്ഞു ടിവിയോ? എന്താ നതുനെ? കലമോളുടെ കുഞ്ഞു ടിവി കണ്ടില്ലെന്ന്. ഇനി കുട്ടിമണി എങ്ങാനും എടുത്തോ? ആ, അത് തന്നെയാവും സംഭവം. 10-30,000 രൂപ വിലയുള്ള സാധനമാണ്. 30,000 രൂപയോ? അയ്യോ, ഒന്ന് വേഗം ചെന്ന് നോക്കടാ രവി. കുട്ടിമണി, കൊച്ചിച്ചേട്ട ടാബ് കണ്ടോ? കൊച്ചേ, നീ കലമോളുടെ കുഞ്ഞു ടിവി കണ്ടോന്ന്? അതോ? അതെ, നീ എടുത്തോ, പറ. അത് സ്ലേറ്റ് അല്ലേ? ഞാൻ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരുമോ? എല്ലാരും കാണിച്ചു തരാം കേട്ടോ. ഓടിയോ, പുറത്ത് വാ, പുറത്ത് വാ. എന്റെ ഈശ്വരാ. കണ്ടില്ലേ, ഞാനെ കുളിപ്പിച്ച് സുന്ദര കുട്ടനാക്കിയിട്ടുണ്ട്. എന്റെ ഈശ്വര, അത് പോയി. നീ എന്നതാടി കാണിച്ചേ? ഒന്നുകൂടെ കൊടുക്കടാ. ഇത്രയ്ക്ക് അഹമ്മതി പിടിച്ച ജന്മങ്ങളുണ്ടോ? അമ്മ പറഞ്ഞ് മനസ്സിലായിക്കോണം അവളെ. മതിയുടെ വീട്ടിൽ നിന്ന് അന്ന് അവര് വന്നപ്പോ പെണ്ണ് കാണിച്ചു അറിയാലോ. ഇന്ന് ഇത് നശിപ്പിച്ചു. നാളെ ഈ മുറ്റത്ത് കിടക്കുന്ന കാർ അവള് കത്തിക്കില്ല എന്ന് ആര് കൊണ്ടു? ക്ഷമിക്കും മോനെ, അമ്മ ഇനി നോക്കിക്കോളാം. അവക്ക് ബുദ്ധി കുറവായിട്ടല്ലേടാ. ഓ, ബുദ്ധി ആവശ്യമുള്ളിടത്ത് ഇല്ലാത്തടത്തും ഒക്കെ വലിഞ്ഞു കയറാനുള്ള സാമർഥ്യം ഉണ്ടല്ലോ. സ്വന്തം കാര്യം നോക്കി അതിനെവിടെയെങ്കിലും അടങ്ങിയിരുന്നാലെന്താ? മതിയടാ, നീ ആദ്യമായിട്ടാണോ കുട്ടിമണിയെ കാണുന്നത്? അങ്ങനെ അടങ്ങിയിരിക്കുന്നവളാണോ അവള്? അവളുടേതെന്നും വല്ലവരുടേതെന്നും തിരിച്ചറിയാനുള്ള വിവരം ഉണ്ടോ അവൾക്ക്? ഏട്ടനത് പറയാം. ഇത് പലർക്കിടയിൽ 150 രൂപയുടെ കാൽക്കുലേറ്റർ അല്ല, 10-30,000 രൂപ വിലയുള്ള സാധനമാ. 30,000 രൂപ വലിയ തുകയാ. ഏട്ടൻ ഇത്തരം സാധനങ്ങളൊന്നും കണ്ടിട്ടുമില്ല, സത്യമാ. പക്ഷേ എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവളെ നീ തല്ലണ്ടായിരുന്നു. അച്ഛനില്ലാത്തതാ, അത് നീ മറന്നു. ഓഹോ, അപ്പൊ എനിക്കായി കുറ്റം. കൊള്ളാലോ. നാളെ അവള് മതിയെ പിടിച്ച് കെന്റിലിട്ടാലും ഞാൻ മിണ്ടായിരിക്കണോ? നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണേ? അവളെന്താ മുഴുഭ്രാന്തിയാണോ ആരെങ്കിലും തള്ളി കിണറ്റിലിടാൻ? ഇക്കണക്കിന് നാളെ അച്ഛനെ കൊന്നതും കുട്ടിമണിയാണെന്ന് നീ പറയുമല്ലോ. ബാലേട്ടാ, വെറുതെ എഴുതാപ്പുറം വായിക്കരുത്. ഒരു തെറ്റ് കണ്ടാൽ അത് തെറ്റ് തന്നെയാണെന്ന് പറയണം. അത് അന്തസ്. അല്ലാതെ നശിച്ചു പോയത് കണ്ടവന്റെ മുതലില്ലെന്ന് കരുതി സന്തോഷിക്കുകയല്ല വേണ്ടത്. അതിന്റെ പേര് വേറെ, അസൂയ. എനിക്കില്ലാത്തതൊന്നും ആർക്കും വേണ്ടെന്ന് അസൂയ. എന്ത് പറയണ നീ? എന്നെ നീ അന്തസ് പഠിപ്പിക്കുന്നോ? ആരുടെ ഒന്നും ആഗ്രഹിക്കുന്നവനല്ലടാ ബാലൻ. ആരുടെ ഒന്നും നശിക്കാനും ആഗ്രഹിക്കത്തില്ല. വീട് ബാലേട്ടാ. ദൈവമേ, ആ മുടിഞ്ഞ പെണ്ണ് കാരണം ഈ വീട്ടിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ. നോക്കിക്കോ, ഈ കുടുംബത്തിൽ 2 അടുപ്പുണ്ടാക്കും അവള്. അപ്പച്ചി, ഇവൻ പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് ഇവനോട് അസൂയയാണെന്ന് പറഞ്ഞു. അത് ബാലേട്ടന്റെ കയ്യിലിരിപ്പോണ്ടാ. നിർത്തിനടാ, എന്നെ കൊന്നിട്ട് വഴക്കിടടാ രണ്ടും. ആ ബുദ്ധിയില്ലാത്ത കൊച്ചല്ലേ പ്രശ്നം. കെട്ടിച്ചു വിട്ടേക്കവിടെ അവളെ, ഏത് നരകത്തിലേക്കെങ്കിലും. ഞാനത് തീരുമാനിച്ചു. അതോട് തീരുവല്ല ഇവിടുത്തെ പ്രശ്നം. അതുവരെ എന്റെ പൊന്നു മക്കളൊന്ന് ക്ഷമിക്കേ.
ശാരദ പറഞ്ഞത് തന്നെയാ ശരി. എന്റെ അച്യുതൻ ഉണ്ടായിരുന്നെങ്കിലും ഇത് തന്നെ ചെയ്യത്തുള്ളൂ. നാത്തൂനെ, കുട്ടിമണിക്ക് ഇന്ന് തല്ല് കിട്ടിക്കിങ്ങനെ നോക്കിക്കോ, ഞാൻ അച്ഛ വരുമ്പോ എല്ലാം പറഞ്ഞു കൊടുക്കും. ഞാൻ രവിയേട്ടനെ പറ്റി ഇങ്ങനെയൊന്നല്ല കരുതിയത്. എന്താ? എന്തു പറ്റി? രവിയേട്ടൻ എന്തിനാ കുട്ടിമണിയെ തല്ലിയത്? തല്ലാതെ പിന്നെ നിന്റെ ടാബ് അവളെ ടാബ് കുന്താം. 10,000-30,000 അല്ല രവിയേട്ട ബന്ധങ്ങളുടെ വില. ടാബ് ഒരെണ്ണം പോയാൽ 10 എണ്ണം വേറെ മേടിക്കാൻ കിട്ടും. പക്ഷെ വിട്ടുപോയാൽ തിരിച്ചു കിട്ടുന്നതല്ല ബന്ധങ്ങൾ. കുട്ടിമണിക്ക് എന്തറിയാം, പാവം. അവളെ രവിയേട്ടൻ തല്ലിയത് വലിയ തെറ്റാ. ഈ പ്രശ്നത്തിന്റെ പേരിൽ വലിയേട്ടനോടും അമ്മയോടും രവിയേട്ടൻ അതിരുകടന്ന് സംസാരിച്ചു. അത് അതിനേക്കാളും വലിയ തെറ്റാ. സാരമില്ല, ഞാൻ അവരോട് സോറി പറഞ്ഞോളാം. തല്ലു കൊടുത്തുകൊണ്ടൊന്നും കുട്ടിമണി നന്നാവുന്ന തോന്നുന്നില്ല. ഞാൻ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ മതിയുടെ വീട്ടിൽ പോയി നിൽക്കാം. ആരെന്ത് ചിന്തിക്കുന്നൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ വീട്ടിൽ ചെന്ന് നിൽക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. കല്യാണം കഴിഞ്ഞാ പിന്നെ ഏതൊരു പെണ്ണിനും ഭർത്താവിന്റെ വീടാ സ്വന്തം വീട്. എനിക്കും അതങ്ങനെ തന്നെയാ. പിന്നെ എന്റെ ഭർത്താവ് എന്റെ വീട്ടിലൊരു ദത്തുപുത്രനാവുന്നതോ ഭർത്താവ് ഉദ്യോഗസ്ഥനാവുന്നതോ എനിക്കിഷ്ടമല്ല. ഏട്ടത്തി, പെട്ടെന്നുള്ള ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. അത് ഇത്ര വലിയ വഴക്കാവുന്ന ഞാൻ ഓർത്തില്ല. അതിനോട് വഴക്കുണ്ടായെന്ന് ആരാ പറഞ്ഞേ? അമ്മയ്ക്ക് പക്ഷെ വലിയ വിഷമമായിപ്പോയി. ഏട്ടത്തി ബാലേട്ടനോടൊന്ന് പറയണം, ഞാനൊന്നും മനസ്സിൽ വെച്ചോണ്ടല്ലെന്ന്. സാരമില്ല രവി, ഏട്ടൻ അറിഞ്ഞോട്ട് ഏട്ടൻ അനിയനെ. നമ്മളിതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണ അണ്ണാ, അവിടെയുള്ളതല്ലേ ഇതൊക്കെ. എടി, നമ്മുടെ പറമ്പിൽ കുഴിച്ചാൽ ചേനയും ചേമ്പേ കിട്ടും, സ്വർണം കിട്ടത്തില്ല. ഹാ, ഇതൊക്കെ എല്ലാ നാട്ടിലും ഉള്ളതാ. പിന്നെ പരസ്പരം കൊടുക്കുമ്പോൾ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. ആ, പിന്നെ ഞാൻ നമ്മുടെ രമേശനോട് പറമ്പിൽ നിൽക്കുന്ന ആഞ്ഞിലി വന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. പെണ്ണിനൊരു അലമാര പണിഞ്ഞു കൊടുക്കാം. വയലാരും വീട്ടിലേക്ക് പോകുന്ന കാര്യം ഓർക്കുമ്പോൾ എന്റെ നെഞ്ചിനകത്തൊരു മുള്ളിരുന്ന് കുത്തുക. നമ്മളൊരു ചതിയല്ലേ ചെയ്യുന്നതെന്ന്. എന്തോന്ന് ചതി? ദേ, എന്റെ തനിക്കുണം എടുപ്പിക്കരുത്, പറഞ്ഞേക്കാം. അതല്ല വല്യണ്ണ, ബാലന്റെയും ശാരദാമ്മയുടെ ഒക്കെ മുഖത്ത് നോക്കുമ്പോ ഒരു പേടി. നീ അവരുടെ മുഖത്ത് നോക്കണ്ട, നിലത്തോട്ട് നോക്കിയാൽ മതി. വെറുതെ അതും ഇതും പറഞ്ഞ് നേരം കളയാതെ നീ ഇതെല്ലാം പറക്കി ചാക്കിലോട്ട് വെക്ക്. ഞാനൊന്ന് കുളിച്ചേച്ചു വരാം. ഹോ, മേടച്ചൂടെന്ന് പറഞ്ഞാ ഇതാ ചൂട്. എന്റെ കൊച്ചിന്റെ ടാബ് പോയെന്ന് കേട്ടപ്പോ തന്നെ എന്റെ ശ്വാസം അങ്ങ് വിലങ്ങിപ്പോയി. രവി പറഞ്ഞ ഉടനെ ഞാൻ കാറും എടുത്ത് ഇറങ്ങി. പുത്തനൊരെണ്ണം വാങ്ങി, സിമ്മിന്റെ ഡ്യൂപ്ലിക്കേറ്റും എടുത്തു. അമ്മയോട് ഇതൊന്നും ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞില്ലെങ്കിൽ എന്താ, എനിക്ക് അറിഞ്ഞൂടെ നിന്നെ. പിന്നെ രവി, ഫ്രിഡ്ജ് ഡബിൾ ഡോറാ. മതിമോൾക്ക് എപ്പോഴും തണുത്ത വെള്ളം വേണം. ഫ്രിഡ്ജും എസിയും അതെനിക്ക് നിർബന്ധമാ, ഓഫ് ചെയ്യത്തേയില്ല. പിന്നെ അമ്മ ഊട്ടിലല്ലേ ജനിച്ചത് വളർന്നതും. നമുക്കിറങ്ങാൻ ജലജെ, ആവശ്യത്തിന് പറഞ്ഞല്ലോ. അമ്മ എവിടെ രവി? അകത്തുണ്ട്. ആ, ഒന്ന് പറഞ്ഞിട്ടിറങ്ങാം. അയ്യോ, ഒന്നും കഴിക്കാതെ ഇറങ്ങുവാണോ? ഓ, കഴിച്ചു. ഇന്ന് ചൈനീസ് എന്തെങ്കിലും മതിയെന്നും പറഞ്ഞാ ഞാൻ ഇറങ്ങിയത്. വല്ല നൂഡിൽസോ ഫ്രൈഡ് റൈസോ. അയ്യോ, പുറത്തുനിന്നുള്ളതൊക്കെ എങ്ങനെ തിന്നും? വായി വയ്ക്കാൻ കൊള്ളാമോ? ഒരു മുളക് പൊട്ടിച്ചിട്ടാണെങ്കിലും കഴിക്കുന്നെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് കഴിക്കണം. അതെ, പുറത്തുള്ള നല്ല ഭക്ഷണം കണ്ടിട്ടില്ലാത്തതുകൊണ്ടും തിന്നിട്ടില്ലാത്തതുകൊണ്ടുവാ.
ആഹാ, സീതമോളുടെ വീട്ടിലെ മേലാദായം വന്നല്ലോ. മോളെ, അമ്മേ, അമ്മാവ. ആഹാ, വീട്ടിലെ കുറച്ച് ചേനയും ചേമ്പും ഒക്കെ പറിച്ചപ്പോ കൊച്ചിനെ ഓർത്തു, അതാ കൊണ്ടിങ് പോന്നേ. അമ്മേ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ പെണ്ണിനെ ഇങ്ങ് വിളിച്ചേ. കുട്ടിമണി, ദേ പെണ്ണെ, എന്റെ കൊച്ചിന് ഞാൻ പുതിയൊരു ടാബ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലെങ്ങാനും നീ തൊട്ടാ നിന്റെ കയ്യിലെ തൊലി ഉരിച്ച് ഞാൻ ഊറക്കിടും, പറഞ്ഞേക്കാം. ജലജ, ഒന്നും കരുതരുത്.